നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അന്നു ഞാനും കൂടെ പിറന്നോരും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വച്ചു വളർത്തിയെന്നാലും കൊത്തി മാറ്റി ഒരിക്കലതിൽ പിന്നെത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. ചുണ്ടിൽ ചെമ്മാനച്ചോപ്പു പകർന്നു, കണ്ണിൽ കാണുന്ന കാന്തി നിറഞ്ഞു. ആ തള്ളക്കോഴി തൻ്റെ കഥ പറയുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ബാല്യം, നമ്മുടെ യൗവനം, നമ്മൾ നേരിട്ട വെല്ലുവിളികൾ, നമ്മൾ ആരൊക്കെ സഹായിച്ചു, നമ്മളെ ആരൊക്കെ വെറുത്തു, നമുക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ അതിജീവിച്ചു, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നല്ല രീതിയിൽ. അതിൻ്റെ അനുഭവ പാഠങ്ങൾ തള്ളക്കോഴി പറഞ്ഞു കൊടുക്കുകയാണ്. അന്നു ഞാനും കൂടെ പിറന്നോരും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ. എനിക്കും ഉണ്ടായിരുന്നു ഒരമ്മ. അമ്മ ഞാനുൾപ്പെടെ ആ അമ്മയ്ക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെ ആ ഉടപ്പിറന്നവർ, എൻ്റെ കൂടെ പിറന്നവർ. അന്നു ഞാനും കൂടെ പിറന്നോരും, ഞാനും എന്നെപ്പോലെയുള്ള എൻ്റെ സഹോദരങ്ങളായ ഉടപ്പിറന്നവരായ കുഞ്ഞുങ്ങളും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ. ഞങ്ങളെന്തൊരു സ്നേഹമായിരുന്നു. ഞങ്ങളുടെ തള്ളമ്മച്ചിയുടെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളിങ്ങനെ പമ്മിയിരുന്നിട്ടുണ്ട്. പരുന്ത് വന്നപ്പോൾ, കാക്ക വന്നപ്പോൾ അമ്മ ഞങ്ങളെ ഒതുക്കി നിർത്തി. ഒരിക്കൽ വലിയ കാറ്റും മഴയൊക്കെ വന്നു. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെറിഞ്ഞോട്ട് നിന്നപ്പോൾ അമ്മ ഓടി അമ്മ നനഞ്ഞിട്ടും ഞങ്ങളെ വെള്ളം വീഴ്ത്താതെ അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ പിടിച്ചു നിർത്തി. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അന്നു ഞാനും കൂടെ പിറന്നോരും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ഒന്നുപോലെ. നമ്മൾ ഓണത്തെക്കുറിച്ച് പറയുമല്ലോ, മാവേലി നാടുവാണ് ഇടുംകാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. നമ്മൾ ഉണങ്ങി ചുള്ളിക്കമ്പ് പോലെ ഇരുന്നൊന്നല്ല, ഐക്യം. നമ്മൾ ഒരു മനസ്സോടു കൂടി ജീവിച്ചു. അതാണ് അന്ന് ഞാനും എൻ്റെ ഈ സഹോദരങ്ങളും ഒന്നുപോലെ കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വെച്ചു വളർത്തി എന്നാലും അമ്മയ്ക്ക് ഞങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി പിടിച്ച് ഞങ്ങൾക്കെല്ലാം ഉമ്മ തന്നാണ് അമ്മ വളർത്തിയത്. എന്നാലും ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എന്തുവാ ചെയ്തു? കൊത്തി മാറ്റി ഒരിക്കലതി പിന്നെത്ര രാവിൻ്റെ തൂവൽ ഒഴിഞ്ഞു. ഒരിക്കൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചകയാനും ഞങ്ങൾക്ക് ഇച്ചിരി ചിറകൊക്കെ വരികയൊക്കെ ചെയ്തു. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും എന്ന് കണ്ടപ്പോൾ അമ്മ ഞങ്ങളെ കൊത്തി മാറ്റി. കുഞ്ഞുങ്ങൾക്ക് അപ്പോഴും അമ്മയുടെ കീഴിൽ നിന്ന് തത്തിക്കളിക്കാനാണ് ഇഷ്ടം. പക്ഷെ അമ്മയ്ക്കറിയാം അങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല, ഈ പിള്ളേരെ കൊണ്ടൊരു ഗുണവും ഉണ്ടാകത്തില്ല. പിള്ളേർ എന്ത് വേണം? കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മുടെ ആശ്രിതരാക്കരുത്. കുഞ്ഞുങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാനൂടെ നമ്മൾ പഠിപ്പിക്കണം. കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെ ഞങ്ങളെ ഒരിക്കൽ അമ്മ കൊത്തി മാറ്റി. ഈ പറഞ്ഞ പോലെ നിങ്ങളോട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കാര്യമാണെന്ന്. അതിൻ്റെ നേരമായെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അതുപോലെ ഒരിക്കൽ ഞങ്ങളെയും ഈ അമ്മ, ഞങ്ങളുടെ അന്നത്തെ അമ്മ കൊത്തി മാറ്റി. അതിൽ പിന്നെ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. പിന്നെ എത്ര രാവുകൾ കടന്നുപോയി. എൻ്റെ ഈ ചിറകിൽ എത്രയോ തൂവലുകൾ കൊഴിഞ്ഞു പോയി. എത്ര മഴക്കാലം, എത്ര ചൂടുകാലം ഒക്കെ കഴിഞ്ഞു, മഞ്ഞുകാലം ഒക്കെ കൊഴിഞ്ഞു പോയി. കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെ എത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. ചുണ്ടിൽ ചെമ്മാനച്ചോപ്പു പകർന്നു, കണ്ണിൽ കാണുന്ന കാന്തി നിറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൊത്തി മാറ്റി. എന്നെയും അമ്മ കൊത്തി മാറ്റി. ഞാൻ പിന്നെ അമ്മയുടെ കൂടെ എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല.
ഞാൻ സ്വന്തമായിട്ട് പിന്നെ തീറ്റയൊക്കെ എടുത്തു. ഞാൻ ചൂടൊക്കെ പൊക്കം വെച്ചു. എൻ്റെ തൂവലിനൊക്കെ ഒരു മിനിപ്പൊക്കെ വന്നു. ഞാൻ വളർന്നു. ഞാൻ ബാല്യം കഴിഞ്ഞ് യൗവനത്തിലെത്തി. അതാണ് ചുണ്ടിൽ ചെമ്മാനച്ചോപ്പൂ പകർന്നു. ചുണ്ടിന് ചിലപ്പോൾ ചെമപ്പൊക്കെ വന്നു. ഒരു മനുഷ്യരായാലും ഒരു ജീവിയായാലും അതിൻ്റെ ഏറ്റവും പുഷ്കല കാലം എന്ന് പറയുന്നത് യൗവനകാലമാണ്. ഏറ്റവും ശക്തമായ കാലം. നമ്മുടെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും ഒക്കെ ഒരുങ്ങി നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ചില പിള്ളേരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടിറങ്ങിയാലും ഇങ്ങോട്ടിറങ്ങിയാലും എല്ലാം ഇങ്ങനെ മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കും. ഇപ്പം എന്തൊക്കെ സൈസിലാണ് മുടി ഇങ്ങനെ പഴയ നമ്മുടെ വേതാളത്തിൻ്റെയൊക്കെ മാതിരി, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലേ മുടി ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക, സൈഡൊക്കെ അങ്ങ് ചെത്തി മിനുക്കും. ഇതിനൊക്കെയുള്ള പല വേലകൾ ഇന്ന് നമ്മളെ യൗവനക്കാർ കാണിക്കുന്നുണ്ട്. സുന്ദരിമാരായ പെൺകുട്ടികളോ മുടി ചിലപ്പോൾ ചുരുട്ടും, ചിലപ്പോൾ അങ്ങ് സ്ട്രെയിറ്റൻ ചെയ്യും, പിന്നെ മുഖമൊക്കെ ഫേസിൽ ചെയ്യും, പുരിയുമൊക്കെ വടിക്കും, ചിലപ്പോൾ നേർത്ത ഒരു വര പോലെ കാണിക്കും. ഇങ്ങനെ പല വേലകളുണ്ട്. ബ്യൂട്ടി പാർലറിലൊക്കെ കയറി ഇറങ്ങുന്ന യൗവനക്കാർ അപ്പോൾ അവരുടെ ചുണ്ടൊക്കെ ചുമന്നിരിക്കും. അതാണ് ചുണ്ടിൽ ചെമ്മാനച്ചോപ്പൂ പകർന്നു. മാനത്തിൻ്റെ ആ ചുവപ്പ് യൗവനത്തിൻ്റെ ലക്ഷണമാണ്. മുഖമൊക്കെ ഒന്ന് തുടിക്കും, കവിളൊക്കെ ഒന്ന് തുടിക്കുമല്ലോ, അതുപോലെ ചുണ്ടിൽ ചെമ്മാനച്ചോപ്പൂ പകർന്നു, കണ്ണിൽ കാളുന്ന കാന്തി നിറഞ്ഞു. നമ്മുടെ മനുഷ്യൻ്റെ ഈ സൗന്ദര്യം ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണിൽ. മുഖം വളരെ കോവളമായിരിക്കും, കണ്ണ് ഒരുമാതിരി ഒരു പൊട്ടയാണെങ്കിലും അല്ലെങ്കിൽ കണ്ണിൽ വെളുപ്പ് മാത്രം ഇങ്ങനെ നിറഞ്ഞു കിടന്നാലോ ആ മുഖത്തിൽ യാതൊരു ശോഭയും കാണത്തില്ല. നമ്മുടെ കണ്ണിൻ്റെ കാന്തി അതൊരു പ്രത്യേകതയാണ്. ഇവിടെ യൗവനത്തിൽ കണ്ണിൽ കാളുന്ന കാന്തി നിറഞ്ഞു. കണ്ണിലാ എല്ലാ സൗന്ദര്യവും ഉള്ളത്. നമ്മുടെ കൗശലങ്ങളും നമ്മുടെ പ്രേമവും നമ്മുടെ സന്തോഷവും മനസ്സിൻ്റെ ആ തീഷ്ണതയും മനസ്സിൻ്റെ ആ സന്തോഷവും ആഹ്ലാദവും ഒക്കെ തുളുമ്പി നിൽക്കുന്നത് കണ്ണിലായിരിക്കും. ചുണ്ടിൽ ചെമ്മാനച്ചോപ്പൂ പകർന്നു, കണ്ണിൽ കാളുന്ന കാന്തി നിറഞ്ഞു. കണ്ണിൽ കാന്തി നിറഞ്ഞു, ശോഭ നിറഞ്ഞു, യൗവന തിമിർപ്പായി. ഏത് പൂവനും ഒന്ന് നോക്കുന്ന അവസ്ഥയിലെത്തി. പൂവൊന്നിട്ടിയ പൂവാലും കാട്ടി രക്തമോടും ഞരമ്പൂ വിടഞ്ഞു, രക്തമെന്തിനോ തേടിത്തിളച്ചു. കാലം ചില വസന്തമൊക്കെ നമ്മുടെ ശരീരത്തിന്മേൽ വിരിയിക്കും. അങ്ങനെ വിരിഞ്ഞു. നമ്മുടെ യുവാക്കന്മാരുടെ ആ സൗന്ദര്യം പോലെ, അവരുടെ ചാഞ്ചാട്ടം പോലെ, ആഹ്ലാദ തിമിർപ്പ് പോലെ, ഫേസ്ബുക്കിലൊക്കെ അഭിരമിക്കുന്നത് പോലെ, മെസ്സേജിൻ്റെ തോരാത്ത മഴ പോലെ അവരുടെ ഹൃദയം നിറഞ്ഞു. രക്തമോടും ഞരമ്പൂ വിടഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് യൗവനത്തിൽ. രക്തം അങ്ങനെ ശക്തമായിട്ട് ഓടുന്ന കാലമാണ്. അപ്പോൾ ആ ഞരമ്പൊന്ന് പിടയും. ഏത് സാഹസത്തിനും തയ്യാറാകും, ഒളിച്ചോടാനും മെസ്സേജ് കൊടുക്കാനും ഒക്കെ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഞങ്ങളുടെയൊക്കെ യൗവനകാലത്ത് ലവ് ലെറ്ററായിരുന്നു. ഇപ്പോൾ ലവ് ലെറ്ററിന് പകരം എല്ലാവരുടെയും മൊബൈലുള്ളതുകൊണ്ട് മെസ്സേജും വാട്സപ്പും ഒക്കെ ആയി. രക്തമോടും ഞരമ്പൂ വിടഞ്ഞു, രക്തമെന്തിനോ തേടിത്തിളച്ചു. യൗവനക്കാരെ കുറ്റം പറയാനൊക്കത്തില്ല. ആ രക്തം തിളയ്ക്കുന്ന സമയമാണ്, എന്തിനുമൊക്കെ തേടുന്ന സമയമാണ്, എതിർ ലിംഗക്കാരെ അന്വേഷിക്കുന്ന സമയമാണ്. ഓരോ പെണ്ണും നോക്കുമ്പോൾ, ഇപ്പോൾ 4 ചെറുപ്പക്കാരെ കാണുമ്പം ഒളി കണ്ടിട്ടൊന്ന് നോക്കും. അവന്മാരാണെങ്കിൽ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇവൾ പോയി മറയുന്നത് വരെ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അവളൊന്ന് കണ്ണ് കൊണ്ട് ഒരു ലേശമൊന്ന് നോക്കും. അവൾ കാണുന്നുണ്ട്, എന്നാൽ കണ്ടില്ലെന്ന ഭാവത്തിലാണ് അവൾ പോകുന്നത്.
വേണമെങ്കിൽ പുസ്തകമൊക്കെ എടുത്തൊന്ന് മറച്ചായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. ഏതായാലും പരസ്പരം കണ്ടിരിക്കും. അതാണ് ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത. ആരും കാണാതെ പോകത്തില്ല. രക്തമോടും ഞരമ്പു പിടഞ്ഞു, രക്തമെന്തിനോ തേടിത്തളച്ചു. രക്തം തിളയ്ക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് ഏതും അതിനും ചാടും, ഏത് സാഹസികതയും ചെയ്യും. ആരുടെ കൂടെ ഓടിപ്പോകുന്ന ഒരു കാലമാണ്. പിന്നെ നമ്മൾ വിവേകം കൊണ്ടാണ് അതിനെയൊക്കെ അതിജീവിക്കേണ്ടത്. ഒരു അതിജീവനം അവിടെയുണ്ട്. നമ്മുടെ വിവേകം, നമ്മുടെ ബുദ്ധി, നമ്മുടെ കുടുംബത്തിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന പാഠങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ വിവരമില്ലായ്മ ചെയ്യാതെ പോകുന്നത്. അല്ലെങ്കിൽ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാവുന്ന ഒരു പ്രായം. രക്തമോടും ഞരമ്പു പിടഞ്ഞു, രക്തമെന്തിനോ തേടിത്തളച്ചു. പൂവും നീട്ടിയ പൂവാലും കാട്ടി, കാവില മാവിൻ കീഴിൽ ഒരുത്തൻ. നല്ല പിടക്കോഴികൾ മിനിങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ പതുക്കെ അടുത്ത് കൂടും. ആര്? ഈ അങ്കമാലിയൊക്കെ കാണിച്ച് നല്ല പൂവൊക്കെ ഇങ്ങനെ വിരിച്ച് ആരാ വരുന്നത്? പൂവൻ കോഴി വരും. പൂവും നീട്ടിയ പൂവാലും കാട്ടി. പിന്നെ പൂവൻ കോഴിയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കൊച്ചു പൂവനല്ലല്ലോ ഇപ്പം. അതിൻ്റെ ആ പൂവൊക്കെ ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനെ മടങ്ങി ഇങ്ങനെ നിൽക്കും. ഏത് പെടയൊന്ന് നോക്കും. അങ്കവാലോ എല്ലാം കുതിരവാല പോലെ ഇങ്ങനെ നല്ല മനോഹരമായി അങ്ങനെ വീശി നിൽക്കും. പൂവും നീട്ടിയ പൂവാലും കാട്ടി ആര് വരുന്നു? കാവില മാവിൻ കീഴിൽ ഒരുത്തൻ. കാവിൽ ഒത്തിരി മരം ഇടതൂർന്ന് നിൽക്കുന്ന സ്ഥലമാണല്ലോ കാവ്. അപ്പോൾ അവിടെ അധികം ആൾ കാണത്തില്ല, മറഞ്ഞ് നിൽക്കാം. കാവിലെ മാവിൻ്റെ കീഴിൽ പൂവൻ വന്ന് നിൽക്കും. ആരെ നോക്കിയാണ് നിൽക്കുന്നത്? ഈ സുന്ദരികളായ പിടയെ നോക്കിയാണ് നിൽക്കുന്നത്. പൂച്ചിറകു പരത്തി ചിറഞ്ഞു, പൂതു തോന്നി അടിപ്പെട്ടു ഞാനും. കോഴി, തള്ളക്കോഴി തൻ്റെ കഥ പറയുകയാണ്. നിയന്ത്രിക്കാൻ പറ്റിയില്ല. പൂഞ്ചിറക് പരത്തി ചിറഞ്ഞു. എൻ്റെ ചിറകും എൻ്റെ ആ മിനുമിന ചിറകൊക്കെ ഞാനും ഒന്ന് കുടഞ്ഞു. പതുക്കെ പൂവൻ്റെ അടുത്തോട്ട് ഞാനും നീങ്ങി. പതുക്കെ പൂവൻ എൻ്റെ അടുത്തോട്ടും വന്നു. ഒടുവിൽ പൂതിതോ നീ അടിപ്പെട്ടു ഞാനും. ഇവിടെ പൂതി എന്ന് പറയുന്ന ഒരു തരം പ്രേമമാണ്, ഒരു തരം കാമമാണ്. ആ കാമത്തിൽ ഞാനും അടിപ്പെട്ടു. ജീവികളുടെ എല്ലാം ഒരു നൈസർഗിക ഭാവമാണ് അത്. പൂവൻ വന്നപ്പോൾ പെട അതിന് വഴങ്ങിക്കൊടുത്തു. പൂതിതോ നീ അടിപ്പെട്ടു ഞാനും, മിണ്ടാനാവാത്ത ദുഃഖ സംതൃപ്തി, നീണ്ടു നിന്നൊരു ഞൊണ്ടി മാത്രം. പൂവൻ എന്ത് ചെയ്തു? ആ പെടയുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചു. പൂവൻ ആ പെടയെ അടിമയെപ്പോലെ തൻ്റെ കരുത്ത് മുഴുവൻ അവൻ പ്രകടിപ്പിച്ചു. മിണ്ടാനാവാത്ത ദുഃഖ സംതൃപ്തി. സത്യത്തിൽ ഒരു സ്വാതന്ത്ര്യക്കുറവാണ് പെടയ്ക്ക് പറ്റുന്നത്. കാരണം പൂവൻ്റെ ഒരു ആധിപത്യം അവിടെ നടക്കുന്നത്. പക്ഷേ അത് ഒരു സംതൃപ്തി കൂടെ. ഒരു പൂവന് വഴങ്ങിക്കൊടുക്കുന്നത് ഒരു സംതൃപ്തിയോടായിട്ടാണ് ഈ പിടക്കോഴി കാണുന്നത്. നീണ്ടു നിന്നതൊരു ഞൊടി മാത്രം. ഈ സംതൃപ്തി എല്ലാം ഒരു ഞൊടി നേരത്തേക്കേ ഉള്ളായിരുന്നു. ആ കാമപൂർത്തിയോടുകൂടി അത് തീർന്നു. ആ പൂവൻ്റെ വഴിക്കും പോയി, പെട വേറൊരു വഴിക്കുമായി. അപ്പം ഒരു കാലഘട്ടത്തിൽ ആ യൗവന ആരംഭത്തിൽ അല്ലെ യൗവനത്തിൽ സംഭവിച്ച കാര്യം പെടക്കോഴി ഒരു വളച്ചുകെട്ടും കൂടാതെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ്? അടുത്ത കാലത്ത് ഇവർ ഇതിനെ അഭിമുഖീകരിക്കാൻ പോവുക. മിണ്ടാനാവാത്ത ദുഃഖ സംതൃപ്തി. മിണ്ടാൻ പറ്റാത്ത ഒരു ദുഃഖമാണ്, പക്ഷെ അതിനൊരു സംതൃപ്തിയുണ്ട്. നീണ്ടു നിന്നൊരു ഞൊടി മാത്രം. ഈ ജീവിതം, ഈ പ്രേമസുരഭിലമായ ഈ കാമപരവശതയെല്ലാം ഒരു ഞൊടി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ.
പെണ്ണു തോക്കുന്നു തോൽക്കയോ അല്ല. വാസ്തവത്തിൽ അവിടെ പെണ്ണ് ഒന്ന് തോക്കുക, അവിടെ പുരുഷനൊന്ന് ജയിക്കുക ആണ്. പൂവനൊരാധിപത്യം സ്ഥാപിക്കുക. പെണ്ണു തോക്കുന്നു, പെണ്ണിവിടെ തോക്കുക. തോൽക്കയാണോ? ആ പിടക്കോഴി വീണ്ടും ചിന്തിക്കുക, അല്ലല്ലല്ല, ഞാൻ തോറ്റിട്ടില്ല. തോൽക്കയോ അല്ല, കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. പെണ്ണ് തോക്കുകയാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ ഒരിക്കലും പെണ്ണ് അവിടെ തോക്കുകയല്ല. പിന്നോ അത് കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തിയാണ്. തൻ്റെ വംശം നിലനിർത്തുന്ന, തൻ്റെ തലമുറയ്ക്ക് വേണ്ടി സ്ത്രീ സഹിക്കുന്ന ഒരു സഹനമാണത്. മനുഷ്യ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വേദനാജനകമായൊരവസ്ഥയാണ്. ഒരു കുഞ്ഞിനെ കൂടെ വഹിക്കേണ്ടി വരിക. ലോകത്ത് ഏറ്റവും വേദനയുള്ളതാണ് പ്രസവവേദന എന്നാണ് പറയും. അപ്പോൾ ആ പ്രസവവേദനയൊക്കെ ഒരു സ്ത്രീ സഹിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സ്ത്രീ എനിക്കിത് വയ്യായി എന്ന് പറയാറില്ല. എനിക്കൊരു കുഞ്ഞിനെ വേണ്ടാന്ന് സാധാരണ മാതൃത്വം ഭാവമുള്ള ഒരു പെണ്ണും ഒരു സ്ത്രീയും പറയാറില്ല. വല്ല അപൂർവ ജന്മങ്ങളെ പറയുന്നു. അപ്പോൾ ഈ വേദനയൊക്കെ എന്തുകൊണ്ട് സഹിക്കുന്നു? അത് സ്ത്രീയുടെ ഒരു കർമ്മമാണ്. ആ സ്ത്രീ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി സഹിക്കുന്ന ഒരു സഹനമാണത്. അതവർക്കറിയാം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അമ്മമാർ സഹിക്കുന്ന വേദനയും തുടർന്ന് ഈ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും ആലോചിച്ചാൽ വളരെ പ്രയാസകരമാണ്. ഒരു അതിജീവനം തന്നെ അതും. പക്ഷേ അവരതിനെല്ലാം സന്തോഷത്തോടാണ് നേരിടുന്നത്. ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ അമ്മയുടെ പ്രസവവേദനയെല്ലാം മറന്നു കഴിയും. പിന്നെ ആനന്ദദായകമാണ് ജീവിതം. അപ്പോൾ അത് ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു സ്ത്രീ സഹിക്കുന്ന സഹനമാണ്. ഇവിടെ ഈ തള്ളക്കോഴി അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഞാൻ പെണ്ണ് തൂക്കുന്നു എന്ന് ചിലർ പറയും, പക്ഷേ തോൽക്കുകയല്ല. പിന്നോ കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. അടുത്ത തലമുറ വേറെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ പൂവനെ വേണം. അപ്പോൾ ആ കണ്ണി കാക്കുന്ന ജീവജാലങ്ങളിലെല്ലാം ഉണ്ട്. സസ്യങ്ങളിലായാലും പരാഗണമുണ്ട്. അപ്പോൾ ജീവജാലങ്ങളിലെല്ലാം ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. തലമുറയ്ക്ക് വേണ്ടി സ്ത്രീ സഹിക്കുന്ന ഒരു സഹനമാണ്. എന്തിനയവിറക്കുന്നു? ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇന്ന് അയവിറക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമൊക്കെ ഞാൻ എന്തിനാണ് ഇന്ന് അയവിറക്കുന്നത്? നോവ് കുട്ടി നുണഞ്ഞ സുഖങ്ങൾ. എൻ്റെ ജീവിതത്തിലെ നോവുകളാണ്, പക്ഷേ അതിനോടൊപ്പം സുഖങ്ങളും ഉണ്ടാകുന്നു. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ജീവിതത്തിൽ ദുഃഖം മാത്രം ഒരിടത്തുമില്ല. ആ ദുഃഖത്തിനോടൊപ്പം ഒരു സുഖവും ഉണ്ടായിരിക്കും. ഓർത്തോണം. കുന്നുണ്ടെങ്കിൽ താഴ്വാരം ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സങ്കടമുണ്ടോ, അതിനോടൊപ്പം ഒരു സന്തോഷമുണ്ട്. ഒരു സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സങ്കടമുണ്ട്. ഇവിടെ ഈ കോഴിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സഹനങ്ങൾ അത് സഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ സഹനത്തിൽ, ആ ദുഃഖത്തിൽ, ആ വേദനയിൽ ഒരു സംതൃപ്തിയുണ്ട്. എന്തിനെന്തെന്നയവിറക്കുന്നു? ഞാൻ എന്തിനാണ് ഇതൊക്കെ അയവിറക്കുന്നതെന്ന് ചോദിച്ചാൽ, നോവു കുട്ടി നുണഞ്ഞ സുഖങ്ങൾ. നോവോടുകൂടി നമ്മൾ നുണഞ്ഞ സുഖങ്ങളാണ് അതെല്ലാം. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നീയും നിൻ്റെ കഥകൾ തുടങ്ങും. ഞാനിത് നിന്നോട് പകരുന്നത്, ഞാൻ നിനക്കിത് പറഞ്ഞിരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നാളെ നീ ഈ പ്രശ്നങ്ങളൊക്കെ നീ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റും. അപ്പോൾ നീയും വളരും, നീ യൗവനയുക്തയാകും. അപ്പോൾ നീ ഇതുപോലെ, നിൻ്റെ അടുത്ത് ഇതുപോലുള്ളൊരു പൂവൻ വരാം. അവൻ നിന്നെ അടിമയാക്കിയെന്നിരിക്കും. പക്ഷേ നീ തോക്കുന്നില്ല.
ഇത് നീ നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമാണ്. ആ നോവിൻ്റോട് കൂടെ ഒരു സുഖവുമുണ്ട്. ഇതാണ്, നാളെ നിന്നെ ഞാൻ കുത്തി മാറ്റുമ്പോൾ നീയും നിൻ്റെ കഥകൾ തുടങ്ങും. അന്നു കാണും അനുഭവം നിൻ്റെ സന്തതികളിൽ കൂടി പകരും. നീ ഇതുപോലെ തന്നെ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുക്കണം. അവരടുത്ത തലമുറയ്ക്ക് രൂപം കൊടുക്കും, അവരതിനടുത്ത തലമുറയ്ക്ക്, ഇങ്ങനെ തലമുറ 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 മാറിയാണ് ഈ ലോകത്ത് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. ഈ പാഠം, കർമ്മപാഠം ഈ അമ്മ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നു കാണും അനുഭവം നിൻ്റെ സന്തതികളിൽ കൂടി പകരും. ചുറ്റുകൾ കണ്ടോ ചിതൽപുറ്റു മാത്രം. നീ ചുറ്റും നോക്ക്, ഇവിടെ എല്ലാം ചിതൽപുറ്റുകൾ ധാരാളമുണ്ട്. മുറ്റം മൂടി വളർന്നിരിക്കുന്നു. മുറ്റത്ത് നിറഞ്ഞ് ചിതൽപുറ്റുകളൊക്കെ വളർന്നിരിക്കുന്നു. ചെടികളും പോച്ചകളും ഒക്കെ വളർന്ന് കിടക്കുന്ന നീ നോക്ക്. ചുറ്റും കെട്ടിയ മുൾവേലിക്കെട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ. നമുക്ക് ചുറ്റും ധാരാളം വേലികളുണ്ട്. നമ്മൾ ഈ വീട്ടിലെ ആൾക്കാരായി ഈ വേലിക്കെട്ടിനുള്ളിൽ നമ്മൾ കഴിയണം. അടുത്ത വീട്ടിൽ ചെന്നാൽ അവർ എറിഞ്ഞ് ഓടിക്കും. അപ്പോൾ ചുറ്റിൽ കണ്ടോ ചിതൽപുറ്റു മാത്രം. നമുക്ക് ആവശ്യത്തിനുള്ള തീറ്റയൊക്കെ ഇവിടുന്ന് കിട്ടും, ഈ ചിതൽപുറ്റിൽ നിന്ന് കിട്ടും. മുറ്റം മൂടി വളർന്നിരിക്കുന്നു. ചുറ്റും കെട്ടിയ മുൾവേലിക്കെട്ടിൽ, ചുറ്റും കെട്ടിയിരിക്കുന്ന മുള്ളുവേലിയാണ്, ആ കെട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ. ചത്തുചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തുമി വിഷപ്പാറ്റുന്നു നമ്മൾ. നമ്മൾ നാശിരിക്കും. ചത്തുചീഞ്ഞ ശവങ്ങളിൽ കൊത്തി. കോഴികൾക്ക് എന്താണ് തീറ്റ വിധിച്ചിട്ടുള്ളത്? ചീഞ്ഞ ശവശരീരങ്ങളില്ലേ, അതൊക്കെയാണ് ഇത് കൊത്തിയെടുക്കുന്നത്. ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി നമുക്ക് കത്തുന്ന വിശപ്പ്. വയറ് കത്തുക എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. വിശപ്പ് നമ്മൾ പറയുന്ന വിശപ്പിന് പല ദേശത്തും പല രീതിയിൽ പറയും. വയറ്റിൽ പൈലും എടുക്കുന്നു, വയറ് കായുന്നു, പശിക്കുന്നു, വയറ് കത്തുന്നു എന്നും പറയും. വയറ് കത്തുക എന്ന് പറഞ്ഞാൽ വിശക്കുന്നു. ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തുമി വിശപ്പാറ്റുന്നു നമ്മൾ. എത്തി നോക്കാതാ മാളത്തിൽ നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നില്ല. കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഈ വേലിക്കെട്ടിനുള്ളിൽ നമ്മൾ നിന്നോണം. നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം. ഇവിടെ ആവശ്യത്തിന് തീറ്റയൊക്കെ ഉണ്ട്, മുറ്റത്തെല്ലാം ഉണ്ട്, ചെതൽപ്പൂറ്റും ഉണ്ട്, ചെടികളും പുല്ലുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇലയൊക്കെ നമുക്ക് കൊത്തി തിന്നാം. പക്ഷേ അവിടെ ഇവിടെ പോയി മാളങ്ങളിൽ എത്തി നോക്കരുത്. എത്തി നോക്കാതാ മാളത്തിൽ നമ്മൾ എത്തി നോക്കരുത്, ആ മാളത്തിൽ എത്തി നോക്കരുത്. അങ്ങനെ നിൻ്റെ മൂത്തർ, ഇപ്പം നിങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ എൻ്റെ മക്കളായിട്ട്, ഇതിനു മുമ്പ് വേറെ കുറേ മക്കൾ എനിക്കുണ്ടായിരുന്നു. അവർ ഇതുപോലെ ചില മാളങ്ങളിൽ എത്തി നോക്കാൻ പോയി. ഞാൻ അവരോട് പറഞ്ഞതാ, അപകടമുണ്ട്, പോകരുത്. പക്ഷേ ചില സാഹസികരെന്ത് ചെയ്യും? അമ്മ പറഞ്ഞൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ പോയി. എൻ്റെ മക്കളെ പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല. അതാണ്, എത്തി നോക്കാതാ മാളത്തിൽ നിൻ്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നില്ല. നിൻ്റെ മൂത്തവർ ആ പൂച്ചയുടെ മാളത്തിലും പാമ്പിൻ്റെ മാളത്തിലുമൊക്കെ പോയി എത്തി നോക്കി. പക്ഷെ അവർ പിന്നെ മടങ്ങി വന്നിട്ടില്ല. പൂക്കളല്ലവ, നീ നോക്ക്, ആ മാളത്തിനരിക്ക് ചില നിറമൊക്കെ കാണുന്നില്ലേ? നീ വിചാരിക്കും അത് പൂക്കളാണ്. എൻ്റെ പൊന്നു മക്കളെ, അത് പൂക്കളല്ല. പൂക്കളല്ലവ പൂടയാണെൻ്റെ. എൻ്റെ മൂത്ത പിള്ളേരുടെ പൂടകളാണ് കൊഴിഞ്ഞു കിടക്കുന്നത്. അതിനകത്തുള്ള പൂച്ച, അതിനകത്തുള്ള മരപ്പട്ടിയൊക്കെ പിടിച്ചതാണ്. ആ മാളത്തിൽ മരപ്പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത പിള്ളേർ ആ മാളത്തിൽ കാണാൻ പോയതാണ്, എത്തി നോക്കാൻ പോയതാണ്. അവരെ പിടിച്ച് കുടഞ്ഞ് പൂടയൊക്കെ ചെതിരി കിടക്കുന്ന കണ്ടോ? അത് പൂക്കളല്ല കേട്ടോ, അത് പൂടയാണ്. ആരുടെ? മക്കൾ 4 പേർ. എൻ്റെ മക്കൾ 4 പേര് ആ മാളത്തിൽ എത്തി നോക്കാൻ പോയവർ പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല.
കൊക്കൊക്കൊക്കൊക്കൊക്കോ. അപ്പോൾ ഇങ്ങനെ ചില അപകടങ്ങളുണ്ട്. ഇവിടെയൊക്കെ തത്തിപ്പറിച്ച് നിന്നോണം, സൂക്ഷിച്ച് നിന്നോണം. അവിടെ ഇവിടെയൊക്കെ മാളങ്ങൾ കാണും. എന്ന് ഒന്ന് എത്തി നോക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചുണ്ടുമായിട്ട് ചെല്ലരുത്. അങ്ങനെ 4 മക്കൾ എൻ്റെ പോയായിരുന്നു. അവർ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആ കാണുന്നതൊന്നും പൂക്കളല്ല, അവരുടെ പൂടകളാണ്. മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് മക്കളോട് പറയുകയാണ്. അപ്പോൾ ആ അമ്മയുടെ അനുഭവ പാഠങ്ങൾ, അമ്മയുടെ അനുഭവങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. ആ പാഠാപഗ്രഥനം നമ്മൾ മുമ്പേ വായിച്ചതിൻ്റെ ബാക്കിയൊന്ന് നോക്കിയാട്ട് 3-ാമത്തെ പാരഗ്രാഫ്, പേജ് 94. അന്ന് തള്ളക്കോഴിയും സഹോദരങ്ങളും അമ്മയുടെ നെഞ്ചോട് ചേർന്ന് വളർന്നു. കാലത്തിൻ്റെ പാകത്തിൽ അമ്മ അവളെ കൊത്തിമാറ്റി. കാലം അവളിൽ വിരിയിച്ച വസന്തത്തിൽ പുരുഷ മേധാവിത്വം അവളുടെ ബലഹീനതയ്ക്ക് നേരെ ചിറകു വിരിച്ചു ചിറഞ്ഞു. അവൻ്റെ പൂതിക്ക് അടിമപ്പെട്ടത് പരാജയമായി അവൾ കരുതുന്നില്ല. അവിടെ പെണ്ണ് തോറ്റില്ല. തലമുറകളുടെ കണ്ണി പൊട്ടാതെ കാക്കുകയാണ് ചെയ്തത്. തലമുറകളെ നിലനിർത്താൻ സ്ത്രീയുടെ സഹനം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് കവി. ഇതാണ്, തലമുറകളെ നിലനിർത്താൻ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ കുറച്ച് സഹിക്കേണ്ടതായിട്ട് വരും. ഏത് സുഖവും ദുഃഖമിശ്രമാണ്. അത് കാമപൂർത്തിയായാൽ പോലും. പുരുഷ മേധാവിത്വത്തിൻ്റെ ഒളികണ്ണടിയിൽ പെണ്ണകപ്പെട്ടു പോകുന്നത് സ്വാഭാവികം. പക്ഷേ തനിക്ക് പറ്റിയ ചതിയുടെ കഥ ജനസമക്ഷം വിളിച്ചു പറഞ്ഞ് സഹതാപത്തിന് യാചിക്കുന്നവരിൽ തള്ളക്കോഴി ഉൾപ്പെടുന്നില്ല. ഇത് ചിലരുണ്ട്. എന്താണ്, വാട്സപ്പിൽ മെസ്സേജ് വന്ന് ചാടി പുറപ്പെടും. കാമുകൻ്റെ കൂടെയൊക്കെ പുറപ്പെടും. ചതി പറ്റും. ഗർഭിണിയാകുമ്പോൾ ചിലപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയെന്ന് വരത്തില്ല. പിന്നെ പത്രക്കാരെ വിളിച്ചു കൂട്ടി, അല്ലെങ്കിൽ കോടതി കയറി ഇറങ്ങി പോലീസ് സ്റ്റേഷനിലൊക്കെ നടന്ന് വിളിച്ചു പോയി നടക്കുന്നവരുണ്ട്. എനിക്ക് ചതി പറ്റി, എന്നെ ചതിച്ചു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. അങ്ങനെ ആ കൂട്ടത്തിലൊന്നും നമ്മുടെ തള്ളക്കോഴിയില്ല. തള്ളക്കോഴി അതിനെ അങ്ങനെ കാണുന്നില്ല. ഞാൻ എൻ്റെ പൂവൻ്റെ അടിമയായി എന്നുള്ള സത്യമാണ്. പക്ഷെ അതെൻ്റെ തലമുറയ്ക്ക് വേണ്ടിയാണ്. അതെൻ്റെ ഒരു സഹനമാണ്. അത് ഒരു സ്ത്രീ സഹിക്കേണ്ട സഹനമാണ് സമൂഹത്തിന് വേണ്ടി. കാരണം സുഖം മാത്രമില്ല, അതിൻ്റെ കൂടെ ദുഃഖമുണ്ട്, ദുഃഖത്തിൻ്റെ കൂടെ സുഖമുണ്ട്. അങ്ങനെയാണ് ഈ തള്ളക്കോഴി പറയുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കോഴി തള്ളക്കോഴിയാകുന്നത്. എപ്പോഴാണ് കോഴി തള്ളക്കോഴിയാകുന്നത്? മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുമ്പോഴാണ്. സ്ത്രീത്വത്തിൻ്റെ സാഫല്യം മാതൃത്വത്തിലാണല്ലോ. അതാണ്, മാതൃത്വത്തിലാണ് ഒരു സ്ത്രീയുടെ സഫലത. സ്ത്രീത്വത്തിൻ്റെ ആ പൂണിയുന്നത് ആ മാതൃത്വത്തിലാണ്. അതുകൊണ്ട് നോവ് കുട്ടി നുണഞ്ഞ സുഖങ്ങൾ അയവിറക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. കൊത്തിമാറ്റുന്ന നിമിഷം മുതൽ കുഞ്ഞിൻ്റെ കഥ തുടങ്ങും. ആ കഥ സന്തതികളിലൂടെ പകരും. സ്ത്രീയുടെ വേദനയുടെ നൈരന്തര്യം, നിരന്തരത ഇവിടെയുണ്ട്. ചുറ്റുമുള്ള ചിതൽപ്പുറ്റുകളും വേലിക്കെട്ടുകളുമാണ് അവളെ ഒറ്റപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും. ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി വിശപ്പടക്കാൻ അവർ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷണകാര്യത്തിൽ പോലും പുരുഷനുള്ള മുൻഗണന ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയാണ്. ചില വീട്ടുകളിൽ ഇന്നും പുരുഷന്മാർക്ക് കൊടുത്തേ സ്ത്രീക്ക് കൊടുക്കും. വലിയ കഷ്ണമൊക്കെ മോന് കൊടുക്കും, മോക്ക് ചിലപ്പോൾ അതിൻ്റെ ചാറ് മാത്രമേ കിട്ടൂ. അതൊക്കെ മാറി, അതൊക്കെ പഴയ കഥയാണ്. ഇപ്പം പുരുഷനും സ്ത്രീയും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ പുരുഷ മേധാവിത്വം ഇന്നും ചിലയിടത്തൊക്കെ ഉണ്ട്. അതുപോലെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അമ്മ കുഞ്ഞിന് നൽകുന്ന മുന്നറിയിപ്പുകൾ നോക്കൂ. ചുറ്റുമുള്ള മാളങ്ങളിൽ ശത്രുക്കൾ പതിയിരിക്കുന്നു. ആ മാളത്തിലെത്തി നോക്കിയ 4 കുരുന്നുകൾ തിരിച്ചു വരാത്തത് അമ്മയെ നൊമ്പരപ്പെടുത്തുന്നു. അവൾ പറയുന്നു, മാളത്തിനടുത്ത് കാണുന്നത് പൂക്കളല്ല, തൻ്റെ 4 മക്കളുടെ പൂടയാണ്. ക്രൗര്യത്തിൻ്റെ നിഴൽ തലയ്ക്ക് മുകളിൽ വട്ടമിടുമ്പോൾ തള്ളക്കോഴി കുഞ്ഞിനെ തൻ്റെ ചിറകിൻ്റെ സംരക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. കരിനിഴലുകൾ മാനത്തെ മേടയിൽ വസിക്കുന്നവരാണ്. അപ്പോൾ അത് അടുത്ത ഭാഗത്തിൻ്റെയും കൂടെ അർത്ഥമാണ്. അതുകൂടെ നമുക്ക് വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം നോക്കാം. ഇതിവിടം വരെ നിൽക്കട്ടെ. അപ്പോൾ 4 മക്കളുടെ പൂടയാണ് അവിടെ കാണുന്നത്, പിന്നെ പൂക്കളല്ല. അതോർത്തിരിക്കുക. നമ്മൾ അടുത്ത വരികളിലൂടെ പഠിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പാഠാപഗ്രഥന പാഠം കൂടെ വായിക്കാം.